ഹലോ ഫ്രണ്ട്സ്, അങ്ങനെ എപ്പിസോഡ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ മിനാലയും സെഞ്ചുനും കൂടിയിട്ട് ഒരു ഗോസിപ്പിലായിരിക്കും കേട്ടോ. അതേ, അവൻ്റെ ആ ഗേൾ ഫ്രണ്ട് വലിയ പണക്കാരിയല്ലേ, അങ്ങനെയൊക്കെ ആയതുകൊണ്ട് ഇതുപോലെ ടൂറിസ്റ്റ് ആയിട്ട് ഇങ്ങോട്ട് വന്നേന്നൊക്കെ പറയുന്നതും ഗോങ്യോങ്ങിനെ പറ്റിയിട്ടാണ് സംസാരിക്കുന്നത്. സെജുൻ ആണെങ്കിലോ എന്നിട്ട് ഗോയിനെ ഇവൻ മാരേജ് ചെയ്യുമെന്ന് ചോദിക്കുമ്പോൾ അങ്ങനെയൊക്കെ ചെയ്യുന്ന പറയുന്നേ, പക്ഷെ വേറെ ചില ആളുകൾ പറയുന്നതേ ഈ ഗോങ്യോങ് ഇവളുടെ പണം കണ്ടിട്ട് സ്നേഹിക്കുന്നതെന്നാ. ആർക്കറിയാന്നൊക്കെ പറയുമ്പോൾ പാവം സാൻഡിക്ക് ഇവർ കൊറിയയിലാണല്ലോ സംസാരിക്കുന്നത്, ഒന്നും മനസ്സിലാകുന്നില്ല. നിങ്ങൾ എന്താ സംസാരിക്കുന്നതെന്ന് പറയുമ്പോൾ ഒന്നുമില്ല എന്നൊക്കെ പറയുന്നതും പിന്നീട് വീണ്ടും ഇവൻ ചോദിക്കുന്ന ടൈമിൽ ജസ്റ്റ് ഗോസിപ്പ് എന്നൊക്കെ പറയുന്നുണ്ട്. സാൻഡിക്കാണെങ്കിൽ ഒന്നും മനസ്സിലാവുന്നില്ല. ഇതേ ടൈമിൽ തോക്കും ചൂണ്ടി നിൽക്കുന്ന നമ്മുടെ ഈവാണെങ്കിൽ ഇവൻ്റെ കയ്യിൽ നിന്ന് ഐസ്ക്രീം വാങ്ങി കുറച്ചൊന്ന് ടെസ്റ്റ് ചെയ്യാനും അതുപോലെ ബാക്കി ഉരുക്കാനും വെക്കുകയാണ്. ഇത് കാണുമ്പോൾ ഇവനാണെങ്കിൽ ആകെ ദേഷ്യപ്പെടുന്നുണ്ടെങ്കിലും ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല. ടെസ്റ്റ് ചെയ്യാൻ വെച്ച ചെറിയ പോർഷനിൽ അങ്ങനെ ഒന്നും ഡിറ്റക്ട് ചെയ്യില്ല എന്ന് അവിടെ എഴുതി കാണിക്കുന്നതും ഇവളാണെങ്കിൽ ഐസ്ക്രീം പുറത്തെടുക്കുന്നുണ്ട്. അപ്പോഴേക്കും കുറച്ചൊക്കെ ഉരുകി കഴിഞ്ഞിട്ടുണ്ടായിരിക്കും. ഇവനാണെങ്കിൽ അയ്യോ എൻ്റെ ഐസ്ക്രീം എന്ന് പറഞ്ഞെടുത്ത് അങ്ങ് വാരി വലിച്ചു കഴിക്കുകയാണ്. അല്ല, എനിക്കൂടി കുറച്ച് താന്ന് പറഞ്ഞ് ഇവൾ സ്പൂണൊക്കെ എടുത്ത് വരുമ്പോൾ പിന്നെ നിനക്ക് ഞാൻ തരും എന്നൊക്കെ പറഞ്ഞ് മൈൻഡ് പോലും ചെയ്യുന്നില്ല. അവസാനം ഇവളത് തട്ടിപ്പറിച്ച് വാങ്ങുന്ന ടൈമിൽ അതിൽ ഐസ്ക്രീം മൊത്തം കഴിഞ്ഞിട്ടുണ്ടായിരിക്കും. ഇത് വാനില ഫ്ലേവർ ആണല്ലോ, എന്നാലും എന്ത് ആർത്തിയാ, കുറച്ച് എനിക്ക് കൂടി തരായിരുന്നു എന്ന് പറയുന്ന ഇവളാണെങ്കിൽ അതങ്ങ് ചുരുട്ടുകയാണ്. ഇത് കാണുമ്പോൾ ഇവന് ശരിക്കും ഭ്രാന്ത് പിടിക്കുന്നുണ്ട്. താൻ എന്തോ ഈ കാണിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ അറിയത്തില്ല, ഈ സ്പേസിൽ സാധനങ്ങളൊക്കെ കളയണമെങ്കിൽ ഇതുപോലെ ചുരുട്ടി കളയണം, അല്ലെങ്കിൽ ഇതുപോലെ പറന്ന് നടക്കുമെന്ന് പറഞ്ഞ് ഇവൾ വേസ്റ്റ് ബോക്സിൽ കൊണ്ടുപോയി ഇടുന്നുണ്ട്. എന്നാൽ ശരി വാ നമുക്ക് പോകാമെന്ന് പറയുമ്പോൾ ഒന്ന് പോയി എവിടെ നിന്ന് പറഞ്ഞ് ഇവനാണെങ്കിൽ ആ വേസ്റ്റ് ബോക്സ് തപ്പുന്നതാണ് കാണിക്കുന്നത്. തനിക്കെന്താ ഭ്രാന്ത് ഉണ്ടോ എന്ന് ചോദിക്കുന്ന ഇവളാണെങ്കിൽ അവിടെ നിന്നും പോകുന്നതിന് മുന്നേ ഒരു കാര്യം കൂടി പറയുന്നുണ്ട്, നന്നായി റെസ്റ്റ് എടുക്കണം, ഇങ്ങനെ ഫുള്ള് കറങ്ങി നടന്നു കഴിഞ്ഞാൽ നിനക്ക് തീരെ വയ്യാതാകും എന്ന് പറഞ്ഞിട്ടാണ് അവിടെ നിന്നും പോകുന്നത്. എന്നാൽ ഇവനാണെങ്കിലും എല്ലാം കഴിഞ്ഞല്ലോ എന്ന് പറഞ്ഞ് ഇത് പൊളിക്കുന്ന ടൈമിലാണ് മനസ്സിലാക്കുന്നത്, അതായത് ഇവൻ വെച്ചു എന്ന് പറയുന്ന ആ ഒരു എഗ്സ് അതിലുണ്ടായിരിക്കില്ല. പകരം ഇതേ ടൈമിൽ തന്നെ കങ്സു ആണെങ്കിൽ ഈ ഐസ്ക്രീമിൻ്റെ ബോട്ടം ഇങ്ങനെ പൊളിക്കുന്ന ടൈമിൽ അതിലാണ് ഈ കളക്ട് ചെയ്ത എഗ്ഗ് ഇരിക്കുന്നുണ്ടായിരിക്കുക. അതായത് വെനില ഫ്ലേവറിലാണെന്ന് ഇവൻ പറഞ്ഞുവെങ്കിലും എന്തോ ഒരു തിരിമറി നടന്നിട്ടുണ്ട്. ഇതിനെപ്പറ്റി തന്നെ അപ്പോൾ ഗോയിനയുടെ സെക്രട്ടറി ഇവളോട് പറയുന്നതും തനിക്ക് ഉറപ്പല്ലേന്ന് ചോദിച്ച് ഗോയിനെയും ഈ ഡോക്ടറിലോയും കൂടിയിട്ട് ചെയർമാൻ്റെ അടുത്തേക്ക് വരുമ്പോൾ എന്താ കാണുന്നത്, കങ്സു ഫോൺ വിളിച്ചിട്ട് എഗ്സ് എനിക്ക് കിട്ടിയിട്ടുണ്ട്, ഓൾറെഡി സ്പേം ഞാൻ ഇവിടെ എത്തിച്ചിട്ടുണ്ട്, സോ ഇനി ഈ ഒരു പരീക്ഷണം തുടങ്ങാന്നൊക്കെ പറയുന്നതും ഇത് കേൾക്കുന്ന ഇവരുടെ കിളി പോകുന്നുണ്ട്. എന്താ സാർ ഇവിടെ നടക്കുന്നതെന്ന് ഗോവിൻ അച്ഛനോട് ചോദിക്കുന്ന ടൈമിൽ കണ്ടിട്ട് മനസ്സിലായില്ലേ, ഇവനാണ് ഇനി ഫെർട്ടിലൈസേഷൻ ചെയ്യുന്നതെന്ന് പറയുമ്പോൾ ഇവർ ശരിക്കും ചൂടാകുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ പിന്നെ എന്തിനാ ഗോങ്യോങ്ങിനെ പറഞ്ഞയച്ചെന്ന് ചോദിക്കുന്ന മകളോട് അവൻ ജസ്റ്റ് ഡെലിവറി ബോയ് മാത്രമാണ്, ഇനി കാര്യങ്ങളൊക്കെ കങ്സു ചെയ്തോളും, അവൻ ടൂറിസ്റ്റ് അല്ലേ, അവിടെ മൊത്തം കണ്ടിട്ട് ഇങ്ങ് തിരിച്ചു വന്നോട്ടെ എന്നൊക്കെ പറയുമ്പോൾ മരുമകളാണെങ്കിൽ അച്ഛൻ എന്ത് പണിയെ കാണിക്കുന്നത്, എൻ്റെ എക്സിനെ പറ്റി നന്നായി അറിയാവുന്നത് ഡോക്ടർക്കാണെന്ന് പറയുമ്പോൾ അവൻ എന്തറിയാന്നാ പറയുന്നത്, സീറോ ഗ്രാവിറ്റിയിൽ അവനൊന്നും ചെയ്യാൻ പറ്റത്തില്ല, അതിന് സ്പെഷ്യലിസ്റ്റ് ആയിട്ടുള്ളത് കങ്സു ആണെന്നൊക്കെ പറയുന്നതും ഇവർക്ക് ശരിക്കും ദേഷ്യം വരുന്നുണ്ട്. ഇതേ ടൈമിൽ പാവം ഇതൊന്നും അറിയാത്ത ഗോങ്യോങ് ആണെങ്കിൽ കൊളീഗ്സ് ഒക്കെ എവിടെ പോയിന്ന് തപ്പി നടക്കുകയാണ്. ഇനി വേറെ വല്ല ഐസ്ക്രീമിലാണെങ്കിലും ഇത് പെട്ടിട്ടുള്ളത്. ആ ടൈമിലാണ് ഗോവിനെ വിളിക്കുന്നതും എൻ്റെ കയ്യിൽ നിന്ന് സംഭവം മിസ്സായി, പേടിക്കേണ്ട ഞാൻ കണ്ടുപിടിക്കുന്നൊക്കെ പറയുന്ന ഗോങ്യോങ്ങിനോട് ഇവള് സോറിയാണ് പറയുന്നത്. ഇവള് കാര്യങ്ങളൊക്കെ പറയുന്നതും അച്ഛൻ നമ്മളെ പറ്റിക്കുകയായിരുന്നു എന്നൊക്കെ പറയുമ്പോൾ ഇവനാണെങ്കിൽ ദേഷ്യത്തിൽ നിന്റെ എക്സ് ആണോ ഇതൊക്കെ ചെയ്യാൻ പോകുന്നതെന്ന് അവിടെ ചോദിക്കുന്നുണ്ട്. ഈവാണെങ്കിൽ ഈ എലികളൊക്കെ നിരീക്ഷിക്കുന്നതും ഇവൾ ഇതിലാണല്ലോ ഒരു സെർച്ചിങ് നടത്തുന്നത്. അപ്പൊ ചീഫ് ആണെങ്കിൽ ടൂറിസ്റ്റ് എങ്ങനെയുണ്ടെന്നൊക്കെ ചോദിക്കുമ്പോൾ ആളിവിടെ കറങ്ങി നടക്കുന്നുണ്ടെന്ന് പറഞ്ഞ് ഇവൾക്ക് തന്നെ ഒരു ചിരിയൊക്കെ വരുന്നുണ്ട്. പിന്നെ ഞാൻ എൻ്റെ കറണ്ട് ഒന്നും ഓഫ് ചെയ്തിട്ടില്ല, അതൊക്കെ എൻ്റെ വീട്ടിൽ പോയിട്ട് ആരെങ്കിലും ഒന്ന് ഓഫ് ചെയ്യുമെന്ന് ചോദിക്കുമ്പോൾ പാർക്കാണെങ്കിൽ അതൊക്കെ ഞാൻ ചെയ്തോളാം, പിന്നെ എന്തായാലും ഇപ്രാവശ്യം ഈ എലീനെ പ്രഗ്നൻ്റ് ആക്കണം, അങ്ങനെയാണെങ്കിൽ നൊബൽ പ്രൈസ് ഒക്കെ കിട്ടുമെന്ന് പറയുന്നതും അപ്പോൾ ചീഫാണെങ്കിൽ അല്ല നിങ്ങൾക്ക് സാധനങ്ങളൊക്കെ പാക്ക് ചെയ്ത് നിങ്ങളുടെ പുതിയ ജോലിയിലേക്ക് പോകാറായില്ലേ എന്ന് ചോദിച്ചിട്ട് അവിടെ ഒരു തരത്തിലുള്ള ബഹളം നടക്കുന്നുണ്ട്. എന്നാൽ ഈവാണെങ്കിലോ എലിയിലെ മറ്റെന്തോ ഒന്നാണ് കേട്ടോ ശ്രദ്ധിക്കുന്നത്. ഗോയിനയുടെ സെക്രട്ടറി ആണെങ്കിലോ മാഡം പേടിക്കേണ്ട, ഈ ഗോങ്യോങ്ങിനേക്കാൾ നല്ല സ്പെഷ്യലിസ്റ്റാണ് ഈ ഒരു കാര്യത്തിൽ കങ്സു എന്നും, അത് മാത്രമല്ല ആൾ സീറോ ഗ്രാവിറ്റിയിൽ കുറേ കാലമായിട്ട് അവിടെ ഉള്ളത് കൊണ്ട് തന്നെ ആൾക്ക് കുറച്ചുകൂടി സ്പെഷ്യാലിറ്റി ഒക്കെ ഉണ്ടായിരിക്കും, ഇതൊക്കെ സക്സസ് ആകുമെന്ന് പറയുന്ന സെക്രട്ടറി ആണെങ്കിൽ മാഡത്തിന്റെ അച്ഛനെ ഗോങ്യോങ്ങിനെ കൊണ്ട് വിവാഹം കഴിക്കുന്നതിൽ തീരെ താല്പര്യമില്ല, അതാ ഇങ്ങനെയൊക്കെ നടക്കുന്നതെന്ന് പറയുന്നതും ഇവളാണെങ്കിൽ ദേഷ്യത്തിൽ എന്തായാലും ഞാൻ ഇതെല്ലാം തലകീഴായി മറിക്കും, പാവം ഗോങ്യോങ് അവനിപ്പോൾ ഒരുപാട് വിഷമായിട്ടുണ്ടായിരിക്കും എന്നൊക്കെയാണ് പറയുന്നത്. കങ്സു ആണെങ്കിൽ ഈ എക്സ് സ്റ്റോറേജ് ചെയ്ത് വെക്കുന്ന ടൈമിലാണ് അങ്ങോട്ട് വരുന്ന ഗോങ്യോങ് ആണെങ്കിൽ താൻ എന്തു പണിയെ കാണിച്ചത്, നാണോ ഇല്ല ഇങ്ങനെ കള്ളനെ പോലെയൊക്കെ കാണിക്കാന്ന് പറയുമ്പോൾ ഇവനാണെങ്കിൽ ജസ്റ്റ് ഗോങ്യോങ്ങിനെ ഒന്ന് ഉന്തുന്നേ ഉള്ളൂ, അപ്പോഴേക്കും ആളങ്ങ് തലകീഴായി മറയുന്നുണ്ട്. ഇവന് ശരിക്കും അവിടെ നിൽക്കാൻ പോലും കഴിയുന്നില്ല. സ്റ്റാർട്ടിങ് മുതൽ നീ ഒരു ഡെലിവറി മാൻ മാത്രമായിരുന്നു, നീ നിന്റെ റോൾ നന്നായി ചെയ്തിട്ടുണ്ട്, ഇനിയുള്ള കാര്യങ്ങൾ ഞാൻ ചെയ്തോളാന്ന് പറയുമ്പോൾ അത് എവിടുത്തെ മര്യാദയാണ്,
ആ എക്സിനെ പറ്റി രാത്രി മുഴുവൻ ഇരുന്ന് പഠിച്ചത് ഞാനാണ്, എനിക്കറിയാവുന്നതുപോലെ തനിക്ക് ഒട്ടും അറിയത്തില്ല, അതുകൊണ്ട് ഇത് ഞാൻ ചെയ്തോളാം എന്ന് പറയുന്ന ഗോങ്യോങ്ങിനോട് ശരി അങ്ങനെയാണെങ്കിൽ എൻ്റെ കുട്ടിയെ തിരിച്ചു തായോ, എൻ്റെയും ഗോയിനയുടെയും കുട്ടി മരിക്കാൻ കാരണം താനാണെന്ന് പറയുന്നതും നിനക്കും നിന്റെ അമ്മായിച്ചന് എന്ത് ഭ്രാന്തുണ്ടോ, ആ കുട്ടി മരിക്കാൻ കാരണം ഞാനാണത്രേ, അവളുടെ നില അത്രയും ക്രിട്ടിക്കലായിരുന്നു, നിങ്ങൾക്കെന്താ അവളെ പറ്റി ഒരു ചിന്തയില്ലേ എന്നൊക്കെ ചോദിക്കുന്ന ടൈമിൽ അല്ല നീ ഇത് ചെയ്യാന്ന് പറഞ്ഞല്ലോ, സ്റ്റേബിൾ ആയിട്ട് നിൽക്കാൻ കഴിയാത്ത നീ എങ്ങനെയാണ് ഈ മൈക്രോസ്കോപ്പ് നീഡിൽ ഉപയോഗിച്ച് സ്പേംസിനെ എഗ്ഗിലേക്ക് ഇഞ്ചക്ട് ചെയ്യുക, അതിന് കഴിവ് നിനക്കാണോ അതോ ഇത്രയും കാലം ഇവിടെ നിന്നിട്ട് ഇതിന് എക്സ്പീരിയൻസ് ആയിട്ടുള്ള എനിക്കാണോ എന്ന് ചോദിക്കുമ്പോൾ ഗോങ്യോങ് ഒന്ന് സ്റ്റക്ക് ആകുന്നുണ്ട്. ഇനിയുള്ള കാര്യങ്ങൾ ഞാൻ നോക്കിക്കോളാം, നീ അധികം കയറി ഇടപെടേണ്ട, ഗോവിന എന്റേതാണെന്ന് പറഞ്ഞിട്ടാണ് കങ്സു അവിടെ നിന്നും പോകുന്നത്. സെജുൻ ആണെങ്കിലോ ഈവിനോട് സംസാരിക്കുന്നത് ആ മൗസ് വണ്ണിന് തീരെ കണ്ടീഷൻ ശരിയല്ല, അപ്പൊ ഇനി നമ്മൾ എന്താ ചെയ്യുക, നാളെ കുറച്ച് മരുന്നൊക്കെ കൊടുക്കണമെന്ന് ചോദിക്കുമ്പോൾ ഈവാണെങ്കിൽ എന്തായാലും ഇന്ന് നൈറ്റിൽ ഞാൻ നോക്കട്ടെ, എന്നിട്ട് നമുക്ക് മെഡിക്കേഷൻസ് ഒക്കെ ആരംഭിക്കാമെന്ന് പറയുന്നുണ്ട്. അതായത് ഇവൾ കൊണ്ടുവന്ന മൗസിന് എന്തോ ഒരു പ്രോബ്ലം ഉണ്ട്. ഇതൊക്കെ സംസാരിക്കുമ്പോഴും അവിടെയുള്ള ഗോങ്യോങ് ആണെങ്കിൽ ആകെ വിഷമിച്ചിരിക്കുന്നതാണ് ഇവൾ കാണുന്നത്. അല്ല തനിക്ക് എന്താ ഉറക്കമൊന്നുമില്ലേ, ഇവിടെ എങ്ങനെ ഉറങ്ങേണ്ടെന്ന് അറിയാലോ, എന്നാ പോയി കിടക്ക്, ഇങ്ങനെ ശവങ്ങൾ പോലെ ഇങ്ങനെ പാറി പറന്ന് നടക്കേണ്ട എന്ന് പറയുമ്പോൾ ഇവനാണെങ്കിലോ ഈ ഒരു സ്റ്റുപ്പിഡ് സീറോ ഗ്രാവിറ്റിയെ എന്ന് എനിക്ക് മനസ്സിലാക്കാൻ പറ്റുമെന്ന് ചോദിക്കുമ്പോൾ ഏകദേശം വീട്ടിലേക്ക് പോകാറാകുമ്പോഴേക്കും താ പഠിച്ചോളൂ എന്ന് പറയുമ്പോൾ ഇവനങ്ങ് വിഷമം വരികയാണ്. അല്ല തനിക്ക് നേരത്തെ അങ്ങ് ആ ഗൺ പോയിന്റ് ചെയ്ത ടൈമിൽ എന്നെ അങ്ങ് ഷൂട്ട് ചെയ്യായിരുന്നില്ലേ, ഇപ്പോഴും വൈകിട്ടൊന്നുമില്ല അങ്ങ് ഷൂട്ട് ചെയ്തേക്കെന്ന് പറയുമ്പോൾ ഇവളാണെങ്കിൽ ഒരു ഐസ്ക്രീം കഴിച്ചതിനാണോ ഇങ്ങനെയൊക്കെ ചൂടാകുന്നത്, ഞാൻ ഓൾറെഡി സോറി പറഞ്ഞില്ലേ എന്ന് പറഞ്ഞിട്ടാണ് അവിടെ നിന്നും പോകുന്നത്. ഗോങ്യോങ്ങിന് ഇത്രയ്ക്കും വിഷമം ഉണ്ടാവാൻ കാരണം മറ്റൊന്നുകൂടിയുണ്ട്. അതായത് പാസ്റ്റ് സീനായിട്ട് അവിടെ കാണിക്കുന്നുണ്ട്. ഇവൻ ചെയർമാനിനോട് ശരി നിങ്ങളുടെ പേരക്കുട്ടിക്ക് വേണ്ടിയിട്ട് മാത്രമല്ല ഞാൻ ഇങ്ങോട്ട് പോകുന്നത്, ഒരു കണ്ടീഷൻ കൂടി ഉണ്ടെന്ന് പറയുമ്പോൾ എന്ത് കണ്ടീഷൻ എന്ന് ചോദിക്കുന്ന ചെയർമാനോട് ഇവൻ വ്യക്തമായി പറയുന്നുണ്ട്, ഈ ഒരു പ്രോസസ്സ് സക്സസ് ആവുകയാണെങ്കിൽ ഇതിൻ്റെ റിസൾട്ട് എനിക്ക് കൂടി ഷെയർ ചെയ്യണം, അത് മാത്രമല്ല എംസെഡ് ഗ്രൂപ്പിൻ്റെ ഒരു ഫെർട്ടിലിറ്റി ക്ലിനിക്ക് സ്പേസിൽ തുടങ്ങാൻ നിങ്ങൾ അനുവദിക്കണം, അങ്ങനെയാണെങ്കിൽ ഇതുപോലെ കുട്ടികൾ ഉണ്ടാകാത്ത ഇതുപോലത്തെ ഒരു കേസായിട്ട് വരുന്ന ഒരുപാട് പേർക്ക് അത് ഉപയോഗപ്രദമാകും എന്നൊക്കെ പറയുന്ന ടൈമിൽ ചെയർമാൻ ആണെങ്കിൽ എന്തിനാ ഇത്ര തല പുകയ്ക്കണേ, ഈ ഒരു പ്രോസസ്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നീ ഗോവിനെ കല്യാണം കഴിച്ച് സൂപ്പറായിട്ട് ഇവിടെ സെറ്റിൽ ചെയ്തോ എന്ന് പറയുമ്പോൾ ഇതെൻ്റെ ഫ്യൂച്ചറിനെ പറ്റിയിട്ടാണ് പറയുന്നത്, എനിക്കത് വേണമെന്ന് പറയുന്ന ഇവനോട് ഓക്കെ നടിച്ചിട്ടാണ് ചെയർമാൻ ഇങ്ങോട്ട് വിട്ടിരിക്കുന്നത്. ഇതെല്ലാമാണ് ഒറ്റയടിക്കില്ലാതെയായത്. അങ്ങനെ നൈറ്റിൽ കൺട്രോളിംഗ് റൂമിലുള്ള എല്ലാവരും പോയിട്ടുണ്ടായിരിക്കുമെങ്കിലും ഒരു സ്പെക്സ് കാരി മൗസിനെ നിരീക്ഷിക്കുന്നുണ്ടായിരിക്കും. ഇവളാണെങ്കിൽ പെട്ടെന്ന് എന്തോ കണ്ട് പേടിച്ച് ചീഫിനെ വിളിക്കുന്നതും ഗോങ്യോങ് ആണെങ്കിൽ നേരത്തെ കങ്സ് വെച്ചിട്ടുള്ള എഗ്സ് എടുക്കാൻ നോക്കുന്ന ടൈമിലാണ് അവിടെ മൊത്തം സൈറൺ മുഴങ്ങുന്നത്. ഇവൻ ശരിക്കും പേടിക്കുന്നുണ്ട്. എന്താ കാര്യം എന്ന് നോക്കുമ്പോൾ ഈ മൗസ് വണ്ണിന്റെ നില ഗുരുതരാണെന്ന് പറഞ്ഞില്ല, ആ മൗസ് മറ്റുള്ള എലികളെയൊക്കെ ഇങ്ങനെ കടിച്ചിട്ട് ആകെ പ്രശ്നം ഉണ്ടാക്കുകയാണ്. അങ്ങോട്ട് വരുന്ന ഗോങ്യോങ്ങിനോടാണെങ്കിൽ കങ്സു പറയുന്നുണ്ട് ഈ എലിയുടെ അവസ്ഥ പോലെയാണ് ഇപ്പൊ നിന്റെ അവസ്ഥയും, ഒരു ഉപകാരം ഇല്ല എന്ന് പറയുന്ന ടൈമിൽ ചീഫ് ആണെങ്കിൽ ആ എലീനെ എന്തെങ്കിലും കൊന്നോളാൻ പറയാണ്, അതായത് എലിയെ വിട്ട് കളയാൻ പറയുകയാണ്. കാരണം എന്താന്ന് വെച്ചാൽ ഈ ഒരു എലിയെ മറ്റുള്ള എലികളുടെ കൂടെ ഇടുകയാണെങ്കിൽ മറ്റു എലികളെ ആകെ അറ്റാക്ക് ചെയ്യും, അപ്പൊ നമുക്ക് എല്ലാ എലികളെയും നഷ്ടമാകും, ഈ ഒരു എണ്ണത്തിന് വേണ്ടിയിട്ട് മറ്റുള്ളവർ ഉപേക്ഷിക്കാൻ കഴിയില്ല. ഇനി വീണ്ടും അയക്കാന്ന് വിചാരിച്ച ഒരു എലിക്ക് തന്നെ 2 മില്യൺസിന് മുകളിൽ ഒരു പൈസ വരുന്നുണ്ട്, അതുകൊണ്ട് അതൊന്നും സാധിക്കില്ല എന്ന് പറയുന്ന ടൈമിൽ ഈവാണെങ്കിൽ എന്നാലും നമുക്കൊന്ന് ശ്രമിച്ചൂടെ, അറ്റ്ലീസ്റ്റ് എന്താ കാര്യം എന്ന് അറിയേണ്ടതെന്നൊക്കെ ചോദിക്കുമ്പോൾ എന്തിനാണ് ടൈം വേസ്റ്റ് ചെയ്യുന്നതെന്നാണ് ചീഫ് അവിടെ ചോദിക്കുന്നത്. സെജുനും ഈവിന്റെ ഒരു അഭിപ്രായം തന്നെയായിരിക്കും, അതായത് ഇതിനെ വിട്ടുകളയുന്നതിന് പകരം ഇതിന്റെ പ്രശ്നം എന്താന്ന് നോക്കി ഒരു സമയം എടുക്കുകയാണെങ്കിൽ നമുക്ക് പരിഹരിക്കാൻ കഴിയുന്നൊക്കെ പറയുമ്പോൾ ഇവർ ചീത്ത പറയുന്ന ടൈമിൽ കങ്സു ആണെങ്കിൽ എന്തിനാണ് ഇങ്ങനെ ഒരു ഉപകാരം ഇല്ലാത്ത ഒരു പേര് പോലും ഇല്ലാത്ത ഈ ഒരു ടെക്സ്റ്റ് ഒബ്ജക്റ്റിന് വേണ്ടിയിട്ട് നിങ്ങൾ സമയം ചെലവാക്കുന്നത്, അതായത് നൈസായിട്ട് ഗോങ്യോങ്ങിന് ഇട്ടിട്ട് ആളൊന്ന് കുത്തുന്നുണ്ട്. അതെ നിങ്ങളിങ്ങനെ ഇമോഷണലി അറ്റാച്ച്മെന്റ് ആവുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും ഈ ഒരു പ്രാക്ടീസ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റത്തില്ല. അങ്ങനെ ആരോട് ഇമോഷണലി അറ്റാച്ച്മെന്റ് തോന്നരുത് ഒരു എക്സ്പെരിമെന്റ് ചെയ്യുമ്പോൾ. എന്തായാലും അവർ പറഞ്ഞതുപോലെ തന്നെ കാര്യങ്ങളൊക്കെ ചെയ്തേക്കെന്നാണ് കങ്സു അവിടെ പറയുന്നത്. പെട്ടെന്നാണ് ഈ മൗസ് വണ്ണിന് ഹാർട്ട് അറ്റാക്ക് വരുന്നതും ഇത് മരിക്കാറാകുന്ന ടൈമിൽ എലിയെ പുറത്തെടുക്കുന്ന ഈവാണെങ്കിൽ CPR കൊടുക്കാൻ പറയുന്നതും സെജുനാണ് CPR കൊടുക്കുന്നത്. ഇതൊക്കെ കാണുന്ന ചീഫ് ആണെങ്കിൽ നിങ്ങൾ എന്തൊക്കെ ഈ ആവശ്യമില്ലാതെ ചെയ്യുന്നതെന്ന് പറയുന്നുണ്ട്, ടൈം വേസ്റ്റ് ആക്കല്ലേ എന്നാണ് ഇവർ ഉദ്ദേശിക്കുന്നത്. അങ്ങനെ CPR കൊടുക്കുന്നത് കാണുന്ന മിനാലി ആണെങ്കിൽ കുറച്ചുകൂടി ഹാർഡായിട്ട് കൊടുത്താലോ എന്ന് ചോദിക്കുമ്പോൾ ഗോങ്യോങ് ആണെങ്കിൽ അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അതിന്റെ വെസൽസ് ഒക്കെ പൊട്ടുമെന്ന് അവിടെ പറയുമ്പോൾ ഈവും സെജുനും അത് ശരിയാണെന്ന് പറയുന്നുണ്ട്. CPR കൊടുത്തിട്ടും ഇതിന് ബോധമൊന്നും വരുന്നില്ല. ഇത് കാണുന്ന മിനാലി ആണെങ്കിൽ ഇത് മരിച്ചു എന്ന് തോന്നുന്നു എന്നവിടെ പറയുമ്പോൾ ഗോങ്യോങ് ആണെങ്കിൽ ഇതിന്റെ ചെസ്റ്റ് ഓപ്പൺ ചെയ്തിട്ട് ഒരു മസാജ് കൊടുത്താലോ എന്ന് ചോദിക്കുകയാണ്. ഇത് കേൾക്കുമ്പോൾ എല്ലാവരും ഷോക്ക് ആകുന്നുണ്ട്. ഈവാണെങ്കിൽ ഇതുവരെ ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല എന്ന് പറയുമ്പോൾ ഗോങ്യോങ് ആണെങ്കിലോ പക്ഷെ ഞാൻ ചെയ്തിട്ടുണ്ട്, കുഞ്ഞു കുട്ടികളിൽ ചെയ്തിട്ടുണ്ട് ജനിക്കുമ്പോൾ തന്നെയെന്ന് ഇവൻ അവിടെ പറയുന്നുണ്ട്. ഇതൊക്കെ കേൾക്കുന്ന ചീഫ് ആണെങ്കിൽ എന്തൊക്കെ കാണിക്കുന്നത് എന്നുള്ളൊരു എക്സ്പ്രഷൻ ആയിരിക്കും. അപ്പോൾ ഈവാണെങ്കിലും സെജുനോട് താനും സാൻഡിയും കൂടിയിട്ട് ഇവനെ ഒന്ന് ക്യാരി ചെയ്യുന്നതാണ് അവിടെ പറയുന്നത്. പിന്നീട് ഇവരുടെ രണ്ടുപേരുടെയും തോളിൽ കയറി നിൽക്കുന്ന ഗോങ്യോങ് ആണെങ്കിൽ ഇതിന്റെ ചെസ്റ്റിന്റെ അവിടെ കീറുന്നതും ഹെൽപ്പിങ്ങിനായിട്ട് മീനാലിയും ഈവും നിൽക്കുന്നുണ്ട്. അങ്ങനെ ഇവൻ ഇത് മസാജ് ചെയ്ത് കൊടുക്കുന്ന ടൈമിൽ ഇതൊക്കെ കാണുന്ന കങ്സു ആണെങ്കിൽ ഈ ടൂറിസ്റ്റുമായിട്ട് സയന്റിസ്റ്റായി നിങ്ങൾ എന്തൊക്കെ പൊട്ടത്തരങ്ങളെ കാണിച്ചു കൂട്ടുന്നത്, ഭ്രാന്ത് ഉണ്ടോ എന്ന് ചോദിക്കുന്ന ടൈമിൽ ഈവാണെങ്കിൽ ദേഷ്യത്തോടെ ദൈവത്തെ ഓർത്തൊന്നും മിണ്ടാതിരിക്കുമെന്നാണ് അവിടെ പറയുന്നത്. അതിന്റെ ഇടയിൽ ഇതിന് ഇഞ്ചക്ഷൻ ചെയ്യുന്നുണ്ട്. അതുപോലെ ഇതിന്റെ വൈറ്റൽ
മസിൽസ് ഒക്കെ ഡ്രോപ്പ് ഔട്ട് ചെയ്യുന്നുണ്ട്. എന്നാൽ അതെല്ലാം തന്നെ പിന്നീട് നോർമലിലേക്ക് വരുന്നുണ്ട്. ബ്രീത്തിങ് കറക്റ്റായി, പക്ഷേ ഹാർട്ട് ബീറ്റ് എന്താ കേൾക്കാത്തതെന്ന് ചോദിക്കുന്ന ഈവിനോട് നമുക്ക് അറിയത്തില്ലല്ലോ എത്ര പ്രഷർ ഇതിന് ഹാർട്ടിന് എടുക്കാൻ കഴിയുമെന്ന്, അതാണ് പ്രോബ്ലം എന്ന് ഇവൻ പറയുന്നതും. കുറെ ട്രൈ ചെയ്തിട്ടും ഹാർട്ട് ബീറ്റ് കേൾക്കാത്തത് കൊണ്ട് തന്നെ സെജുൻ ആണെങ്കിൽ മതിനി നിർത്താം, അതിനെ ഒരുപാട് വേദനിപ്പിക്കേണ്ട എന്ന് പറയുന്നതും. എല്ലാവരും പ്രതീക്ഷ കൈവിടുന്ന ടൈമിൽ ഗോങ്യോങ് ആണെങ്കിൽ ആലോചിക്കുന്നത് കങ്സു പറഞ്ഞ കാര്യമായിരിക്കും. അതായത് നീ ഒരു എലിയെ പോലെയാണെന്നൊക്കെ പറഞ്ഞൊരു കാര്യം ആലോചിക്കുന്ന ഗോങ്യോങ് ആണെങ്കിൽ ഈവിനോട് പറയുകയാണ്, ഇനി കുറച്ച് നേരം ഞാൻ ഈ അയോട്ടിക് വാൾവ് ഇങ്ങനെ പ്രസ് ചെയ്ത് പിടിക്കാം, താൻ ഇങ്ങനെ കംപ്രസ് ചെയ്യുമെന്ന് പറഞ്ഞിട്ട് ഇവൻ ഈ എലിയുടെ അയോട്ടിക് വാൾവ് ഇങ്ങനെ പ്രസ് ചെയ്യും. 1 2 3 എന്ന് പറയുന്ന ടൈമിൽ ഇവൾ ഇത് കംപ്രസ് ചെയ്ത് കൊടുക്കും. അങ്ങനെ 1 2 3 എന്ന് പറഞ്ഞ് ഇതൊക്കെ ചെയ്യുന്നത് കാണുന്ന മിനാലി ആണെങ്കിൽ ഇവർ എന്തേ ചെയ്യുന്നതെന്ന് ചോദിക്കുമ്പോൾ സെജുൻ അവിടെ പറയുന്നുണ്ട്, മനുഷ്യരുടെ പോലെ തന്നെയാണ് ഈ എലികൾക്കും, അതായത് അയോട്ടിക് വാൾവിന് നല്ല പ്രഷർ കൊടുക്കുകയാണെങ്കിൽ ബ്ലഡ് ത്രൂ ഔട്ട് ബോഡിയിലൂടെ ഫ്ലോ ചെയ്യേണ്ടതാണെന്നൊക്കെ പറയുന്ന ടൈമിൽ ഇവരെല്ലാവരും കൂടി തന്നെ പിന്നെ 1 2 3 എന്നൊക്കെ പറഞ്ഞ് ട്രൈ ചെയ്യുന്നുണ്ട്. ഇതേ ടൈമിൽ കങ്സുവിനാണെങ്കിൽ പുച്ഛമായിരിക്കും. ഇവൻ പോകുന്ന ടൈമിലാണ് മിനാലി ഉറക്കിയതേ ഹാർട്ട് ബീറ്റ് കേൾക്കുന്നുണ്ടെന്ന് പറയുന്നതും എല്ലാവരും ഷോക്കാകുന്നുണ്ട്. ഈവനാണെങ്കിൽ നല്ല സന്തോഷം വരുന്നുണ്ട്. അങ്ങനെ എല്ലാവരും സന്തോഷമായിട്ട് ഇരിക്കുന്നതും ഇതൊക്കെ കാണുന്ന ചീഫാണെങ്കിൽ ഈ ഒരു ക്ലിപ്പ് എടുത്തിട്ട് എത്രയും പെട്ടെന്ന് ന്യൂസിൽ കൊടുക്കുന്നതാണ് അവിടെ പറയുന്നത്. ആ ടൈമിൽ സ്പെക്സുകാരി ഉണ്ടല്ലോ, ആളാണ് ഈ ഒരു കാര്യമൊക്കെ നിരീക്ഷിക്കുന്നത്. ആളെപ്പോഴാണ് കാണുന്നത് ഇതിന് ജീവൻ വന്നു എന്ന്. ഇതെങ്ങനെ സംഭവിച്ചു, എനിക്ക് സന്തോഷമായി എന്ന് പറയുന്ന ലേഡിയാണെങ്കിൽ ചീഫിനോട് ഞാനൊരു കാര്യം പറയാൻ മറന്നു, ഈ മൗസ് വണ്ണിനെ ഇവിടെ നിന്ന് പറഞ്ഞയക്കുന്ന ടൈമിൽ ഇത് ആൾ ഡീസൻ്റ് ഒക്കെ ആയിരുന്നു, പക്ഷേ ഇതിന് ഫീമെയിൽ എലി നഷ്ടപ്പെട്ടതിന് ശേഷം ഇത് ഫീമെയിൽ എലികളെ കാണുമ്പോൾ കടിക്കും വഴക്കുണ്ടാക്കും എന്നൊക്കെ പറയുന്നതും. പിന്നെ എന്തിനാ നീ ഇതിനെ അങ്ങോട്ട് പറഞ്ഞയച്ചെന്ന് ചോദിക്കുന്ന ചീഫിനോട്, അല്ല നമ്മൾ ഇതിനെ പ്രഗ്നൻ്റ് ആക്കാനാണല്ലോ പറഞ്ഞയക്കുന്നത്, പിന്നെ നല്ല മാനേഴ്സ് ഒക്കെ ആയിരുന്നു ഇവിടെ എന്ന് പറയുമ്പോൾ ചീഫാണെങ്കിൽ ഇപ്പോഴാണോ ഇതൊക്കെ മൊഴിയുന്നതെന്ന് പറഞ്ഞിട്ട് നല്ല അടിയും കൊടുത്തിട്ടാണ് അവിടെ നിന്നും പോകുന്നത്. ഇതൊക്കെ കാണുന്ന പാർക്കാണെങ്കിൽ ചിരിക്കുന്നുണ്ട്. അപ്പം നമ്മുടെ ഡോക്ടർ ഡൊണാലി ആണെങ്കിലോ ഇവൻ ചെയ്ത കാര്യങ്ങളൊക്കെ ആലോചിച്ച് ആകെ അന്തം വിട്ടിരിക്കുന്നതും ഈ സ്പെക്സുകാരിയോട് അതെ എനിക്കൊരു എലിയെ സംഘടിപ്പിച്ച് തരുമെന്ന് ചോദിക്കുകയാണ്. ഇത് കാണുന്ന സ്പെക്സുകാരിയാണെങ്കിലും എനിക്ക് നിന്നെ അത്ര വിശ്വാസമില്ല എന്നവിടെ പറയുന്നുണ്ട്. സ്പേസ് സ്റ്റേഷനിലെ എല്ലാവരും സന്തോഷത്തിലാണെങ്കിലും കങ്സുവിന് മാത്രം അത്ര സന്തോഷമൊന്നും ഉണ്ടാവില്ല. അങ്ങനെ ന്യൂസിലൊക്കെ ഈ കാര്യം വരുന്നുണ്ട്. ചീഫിനെ ഒരു ഇൻ്റർവ്യൂ ചെയ്യുന്ന ടൈമിൽ ചീഫ് പറയുന്നുണ്ട്, ഈ ഒരു സർജിക്കൽ പ്രൊസീജിയേഴ്സ് ഇനി മുതൽ സ്പേസിൽ നടക്കുന്നു മനസ്സിലായി, ഇത് വലിയ നേട്ടമാണെന്നൊക്കെ പറയുന്നതും. ഇതൊക്കെ കാണുന്ന ഇവളുടെ കൊളീഗ്സ് ആണെങ്കിൽ കുറച്ച് മുന്നേ അല്ലേ ചീഫ് ആ എലിയെ വിട്ട് കളഞ്ഞോളാൻ പറയുന്നത്, എന്നിട്ട് ഇങ്ങനെ പറയാൻ ഒരു എളുപ്പമില്ലല്ലേ എന്ന് അവിടെ പറയുന്നുണ്ട്. ന്യൂസ് കാണുന്ന ചെയർമാൻ ആണെങ്കിൽ ആൾ കൊള്ളാലോ എന്നും പറയുന്നതും. ഈ ന്യൂസിലൂടെ അറിയുന്ന ഗോവിനെയാണെങ്കിൽ ഇവനെ ഫോണിൽ ട്രൈ ചെയ്യുന്നുണ്ട്. എന്നാൽ സ്പേസ് സ്റ്റേഷനിലാണെങ്കിലും എല്ലാവരും ഹാപ്പി ആയിട്ട് ഇവനോട് താങ്ക്സ് ഒക്കെ പറയുന്ന ടൈമിൽ സെജുൻ ആണെങ്കിൽ തന്നെ സമ്മതിച്ച് ഡോക്ടർ ഇല്ലായിരുന്നെങ്കിൽ എന്തായെന്നൊക്കെ പറയുമ്പോൾ സാൻഡി ആണെങ്കിൽ ഹഗ് ചെയ്യുന്നുണ്ട്. അങ്ങോട്ട് വരുന്ന ഈവാണെങ്കിൽ സെജുനെ മാറ്റി ഇവനെ അങ്ങ് ഹഗ് ചെയ്യാണ്. ഇത് കാണുന്ന ഇവൻ്റെ കിളി പോകുന്നുണ്ട്. ഇവനാണെങ്കിൽ കമാൻഡർ എന്തീ ചെയ്യുന്നതെന്നൊക്കെ ചോദിക്കുമ്പോൾ കമാൻഡർ അല്ല, ഇനി മുതൽ ഈ വന്ന് വിളിച്ചാൽ മതി ഡോക്ടർ എന്ന് പറഞ്ഞിട്ട് ഇവളാണെങ്കിൽ ഒരുപാട് നന്ദിയുണ്ട്, നിങ്ങളില്ലായിരുന്നുവെങ്കിൽ ഇങ്ങനെ ചെസ്റ്റ് ഓപ്പൺ ചെയ്തിട്ട് ഇങ്ങനെ ഒരു അറ്റംപ്റ്റ് നടത്താൻ പോലും കഴിയില്ലായിരുന്നു, ഇപ്പം ഇതിന് ജീവൻ തിരിച്ചു കിട്ടി, ഇനി നമുക്ക് മേറ്റ് ചെയ്തിട്ട് പ്രഗ്നൻസിയുടെ കാര്യങ്ങളൊക്കെ നോക്കാലെന്ന് പറയുമ്പോൾ അതേ എന്ന് സെജുനും അവിടെ പറയുന്നുണ്ട്. ഇവനും നല്ല ഹാപ്പി ആകുന്നുണ്ട്. ഇവളാണെങ്കിൽ വീണ്ടും ഇവനെ ഹഗ് ചെയ്യുന്നതും. ഞാൻ ആദ്യം വിചാരിച്ചത് നിങ്ങൾ ശരിക്കും ഒരു നോയ്സൻസ് ആണെന്നാണ്, പക്ഷേ അല്ല നിങ്ങളൊരു ഗ്രേറ്റ് ഡോക്ടറാണെന്നൊക്കെ പറഞ്ഞ് ഇവളിങ്ങനെ സംസാരിക്കുന്ന ടൈമിൽ ഇവൻ ആകെ അന്തം വിട്ടു പോകുന്നുണ്ട്. അതായത് ഓൾറെഡി ഇവളിൽ വീണ് കഴിഞ്ഞതാണ്, ഇപ്പോൾ ഒന്നുകൂടി നന്നായിട്ട് അങ്ങ് ഇംപ്രസ് ആകുന്നുണ്ട് കേട്ടോ. ഇവളെ തന്നെ ഇങ്ങനെ നോക്കി നിൽക്കുന്ന ടൈമിലാണ് ന്യൂസൊക്കെ അറിഞ്ഞ് ഗോവിനെ കൺഗ്രാറ്റുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവനെ വിളിക്കുന്നതും. ഫോൺ കാണുന്ന ഇവനാണെങ്കിൽ ആ കോൾ എടുക്കാൻ കഴിയുന്നില്ല. ഇവനാണെങ്കിൽ ഇവനെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇതേ ടൈമിൽ ഇവൻ്റെ ഹാർട്ട് ബീറ്റ് ഇങ്ങനെ ഇടിക്കുന്നതും ആ കിടക്കുന്ന എലിയുടെ ഹാർട്ട് ബീറ്റും കാണിച്ചിട്ടാണ് എപ്പിസോഡ് അവസാനിക്കുന്നത്.